ഗുഡ് മോർണിംഗ്. കിച്ചൂസ് ടീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ ഒരു ചായയൊക്കെ കുടിച്ച് ഇന്നത്തെ ദിവസം പയ്യെ തുടങ്ങുവാണ്. അപ്പോഴത്തേക്കും ചായയൊക്കെ കുടിച്ച് ഓരോ പണിയൊക്കെ എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേനും പയ്യെ കിച്ചു എണീറ്റ് വന്നു കേട്ടോ. കിച്ചു എണീറ്റ് വന്നത് ഗണ്ടും കൊണ്ട് എണീറ്റ് വന്നത് അമ്മച്ചീനെ ഷൂട്ട് ചെയ്യുക. അപ്പോഴാണ് എന്നെ കണ്ടത്. അപ്പോൾ എനിക്കിട്ടും കിട്ടിയിട്ടോ. ഇന്നിപ്പം രാവിലെ നമ്മുടെ ഇങ്ങോട്ടേക്ക് കുറച്ച് നന്നായിട്ട് തോർച്ചയുണ്ട് കേട്ടോ. എന്നും നല്ല മഴയും കാറ്റുമായിരുന്നു. നമ്മുടെ വീടിരിക്കുന്ന ഭാഗം എന്ന് പറയുമ്പോൾ കുറച്ച് കാറ്റടിക്കുന്ന സ്ഥലമായതുകൊണ്ട് മഴയും കാറ്റും കൂടെ വന്നിട്ടുണ്ട്. പിന്നെ ഒന്നും പറയാനില്ല, തിണ്ണലോട്ട് ഇറങ്ങാനേ പറ്റത്തില്ല. നല്ല കാറ്റ് പഠിക്കും, മഴയും നന്നായിട്ട് കാറ്റുള്ളത് കൊണ്ട് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ലാതെ വരും. അങ്ങനെ അവിടേക്ക് ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കിയിട്ട് കാപ്പി കുടിക്കാനുള്ള പരിപാടി നോക്കാനായിട്ട് അകത്തോട്ട് കയറി. എന്നിട്ട് അവന് രാവിലെ കാപ്പിക്കുന്ന ചക്കയായിരുന്നു, ചക്കയും കറിയായിരുന്നു. എന്തൊക്കെ ഉണ്ടെങ്കിലും കിച്ചുവിനും അമ്മാമ്മയും കൂടെ വേണം ആ കൂടെ. അങ്ങനെ കാപ്പി കുടിക്കലും പരിപാടിയും കിച്ചുവിന് കാപ്പി കൊടുക്കലൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും കാപ്പിയൊക്കെ കുടിച്ചപ്പോഴത്തേനും അപ്പ പോകാനായിട്ട് ഇറങ്ങി, വർക്കിന് പോകാനിറങ്ങി. കിച്ചു ടാറ്റ കൊടുക്കാനൊക്കെ പോയി. അത് കഴിഞ്ഞപ്പോഴത്തേനും അവൻ പിന്നെയും അവൻ്റെ തൂക്കിൻ്റെ പരിപാടിയിലോട്ട് തന്നെ എത്തി. അതെടുത്ത് അതിൻ്റെ മെയിൻ്റനൻസ് പണിയും പരിപാടിയൊക്കെ ആയിട്ട് ഇരിക്കുക. കാപ്പുടി പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഓർക്കുന്നത് ഉച്ചയ്ക്ക് തോരൻ കറി വെക്കാനൊന്നും ഇല്ലല്ലോ എന്ന്. അന്നേരം പിന്നെ അപ്പച്ചിയോട് മുറ്റത്തെ കപ്പളത്തിൽ നിന്നൊരു കപ്പളങ്ങ പറിച്ച് തരാൻ പറഞ്ഞിട്ട് അപ്പച്ചി അവിടെ നിന്നൊരു കപ്പളങ്ങയൊക്കെ കുത്തി ചാടിച്ച് തന്നു കേട്ടോ. അന്നേരത്തേനും കിച്ചോടെ വാതൊക്കെ വന്നിരിക്കുക, മഴ തോരുമ്പോൾ ഒന്ന് വീട്ടിലോട്ട് ഇറങ്ങാനായിട്ട്. അപ്പോൾ ഇറങ്ങണ്ട, അപ്പച്ചി കയറി വരുവാന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് അങ്ങനെ നിർത്തിയേക്കുമായിരുന്നു. തിണ്ണ തന്നെ ഇരിപ്പുണ്ടാശാൻ. അമ്മച്ചി വേഗം കപ്പളങ്ങ അതിൻ്റെ തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞിട്ട് തരും. അപ്പം ഞാനൊന്നും അത് അരിഞ്ഞു തരാമെന്നും പറഞ്ഞ് ഒരു പാത്രത്തിലോട്ട് വെച്ചിട്ട് പയ്യെ അരിഞ്ഞ് പറിക്കെല്ലാം എടുക്കുവാണ്.
ഓടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനും പുറത്ത് ഭയങ്കര മഴയായി. ഇന്നാണ് രാവിലെ തൊട്ട് ഇവിടെ കറണ്ടും ഇല്ലായിരുന്നു. എമർജൻസിയുടെ ഈ ഫോണിൻ്റെയൊക്കെ ചാർജ് ഏകദേശം തീരാറായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അടുക്കളയിൽ കറി വെക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞ് പുറത്ത് തിണ്ണയിലോട്ട് വന്നപ്പോഴത്തേനും ഭയങ്കര മഴ പെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. നല്ല മഴ എന്ന് പറഞ്ഞാൽ പേറ്റ് മഴയായിരുന്നു. മഞ്ഞൊക്കെ കയറി നട്ടുച്ച നേരം വന്ന് കൊടുക്കണം. അപ്പോഴത്തേനും നന്നായിട്ട് മഞ്ഞൊക്കെ കയറി നല്ല മഴയായിരുന്നു പുറത്ത്. അപ്പോൾ മഴയൊക്കെ കണ്ട് അങ്ങനെ നിന്നപ്പോൾ ആണ് കിച്ചു പറയുന്നതിന് മുട്ടായി വേണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അപ്പുറത്ത് മുട്ടായി ഇരിപ്പുണ്ടായിരുന്നു. അതിൽ നിന്ന് 3-4 മുട്ടായിയൊക്കെ എടുത്തു, അവനും കൊടുത്തു. അത് കഴിഞ്ഞ് അവന് മിഠായിയൊക്കെ കഴിച്ചിട്ട് അവൻ്റെ വഴിക്ക് നോക്കുകയാണ്. വണ്ടിയൊക്കെ ഓടിച്ചുകൊണ്ട് പോയി നടക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഒരു ദിവസത്തിൻ്റെ ഒരു ഉച്ചവരെയുള്ള ഭാഗം ഇങ്ങനെയൊക്കെയായിരുന്നു. അപ്പം ഞങ്ങളുടെ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളെയും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ പിന്നെ കാണാം. ഓക്കെ, ബൈ.